Hello everyone, welcome back to my channel. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എനിക്ക് നല്ല പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാ, കണ്ടില്ലേ? ഹൈറമോളെ രാവിലെ തന്നെ ഹൈറമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നേ. എൻ്റെ അനിയത്തിക്ക് കോളേജ് ഉള്ളതുകൊണ്ട് തന്നെ അവളത് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട്. കപ്പിയും കട്ടൻ ചായയൊക്കെ കുടിച്ചാണ് ഞാൻ നിൽക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ പോയാൽ അവർ ടാബ്ലറ്റ് ഒന്നും തരൂല, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തരുമോ. അപ്പോൾ നമുക്കത് ഒട്ടും ഇതാവില്ല. അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് നോക്കിയിട്ട് ഒരു 3-4 ദിവസം നോക്കിയതിന് ശേഷം നമുക്ക് അതിനെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് സൗണ്ട് നന്നായിട്ട് അടച്ചിരിപ്പുണ്ട്. ഇവിടെ വന്നത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഹാനിയത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 8 മണി ആയപ്പോഴേ ഹാനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഉമ്മ പിടിച്ച് ഊഞ്ഞാലിരുത്തിയതാണ്. ഇവിടെ വന്നാൽ ഊഞ്ഞാലിരുന്നാൽ കഴിക്കും, പക്ഷേ ഇക്കാരെ വീട്ടിലാണെങ്കിൽ ഊഞ്ഞാലിരുന്ന് കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പെറ്റൂണിയ വിരിഞ്ഞിപ്പുണ്ടായിരുന്നു. മുമ്പ് ഇതിന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്തി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാനിയ മാത്രമല്ല, എൻ്റെ ഹൈറമോളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. രാവിലെ ആയാൽ അവൾക്ക് നല്ല ചിരിയും കളിയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറങ്ങിക്കോളും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കോളേജിൽ പോകുന്നത്. ഇവൾ അരുവിക്കര തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ചേയിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതാണ് കൂടുതൽ ഈസി അതിനാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഹായറേയും ഹാനിയൊക്കെ അത് എടുത്തു വെച്ച് കളിപ്പിക്കുന്നുണ്ട്. ഹായറെ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് തന്നെ അവൾ വലുതായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കിറങ്ങി ഇരിപ്പുണ്ടായിരുന്നേ. ഹാനിയാണെങ്കിൽ ഓരോ കാറും പുറത്തെടുത്തുകൊണ്ട് വന്നത് വർഷയെ കാണിച്ചു കൊടുക്കുന്നതാണ്. അവൾക്കിങ്ങനെ പുറത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വെപ്രാളം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പുറത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ അനിയത്തി പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഹാനിക്ക് കൂടെ പോകുന്നതുകൊണ്ടുണ്ട്. പിന്നെ വർഷ വന്നതുകൊണ്ട് അവൾ മിണ്ടാതെ നിൽക്കുക. വർഷ കുഞ്ഞായ കൊണ്ടുപോകുന്നു എന്നാണ് അവളെ വിചാരം. അതുകൊണ്ട് അവൾ മിണ്ടാതിരിക്കും. അങ്ങനെ അവൾ പോകുന്നതും എല്ലാം നോക്കി ടാറ്റയൊക്കെ പറയുന്നുണ്ട്. ഹാനിയ ഇന്ന് മിണ്ടാതെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഫ്ലൈയിങ് കിസ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരൊക്കെ പോയപ്പോഴത്തേക്ക് ഹാനിയ ഓടി വന്ന് നോക്കുന്നത് അവളെ കാറാണ്. ഞാനെടുത്ത് അകത്ത് വെച്ചപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അവളെടുത്ത് പുറത്ത് വെച്ച് കളിക്കാനാണ് നോക്കുന്നത്. എത്രത്തോളം പുറത്ത് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം പുറത്ത് നിൽക്കാനാണ് അവൾക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ ആരെങ്കിലും കൂടെ നിൽക്കും, ഒറ്റയ്ക്ക് അങ്ങനെ നിർത്താറില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് ഫുഡ് കഴിക്കാനായിട്ട് വന്നേ. രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നേ. ഇവിടെ വന്നാൽ രാവിലെ എനിക്ക് ഫിഷ് ഫ്രൈ വേണം, ഇല്ലെങ്കിൽ ഫുഡ് ഇറങ്ങൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈറമോള് നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ലവ്ലോരിക്ക ഇരിപ്പുണ്ടായിരുന്നു. നല്ല പഴുത്ത് നല്ല കളറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ മുകളിലായിട്ട് തന്നെ പറിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ താഴെ വീഴുന്നത് എടുക്കാറുമില്ല. നമ്മൾ താഴെ എന്തെങ്കിലുമൊക്കെ പോണതായതുകൊണ്ട് നമ്മൾ അങ്ങനെ അതും എടുക്കാറില്ല. നമ്മൾ പറിച്ച് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ പറിക്കാൻ മുകളിൽ നിൽക്കുന്നതിന് ഭയങ്കര പാടാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാനിയത വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവളെ സൈക്കിളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഓരോ കളിപ്പാട്ടമായിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാനെടുത്ത് അകത്ത് വയ്ക്കോ നോക്കിയാണ് കയറി പോകുന്നത്. ഓരോന്നായിട്ടാണ് ഇത് എടുത്തുകൊണ്ട് വരുന്നത്. എന്നെ പുറത്ത് നിൽക്കാൻ തന്നെ അവൾ പറയുന്നുണ്ട്. അവൾക്ക് അവളെ ടോയ്സ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് സൈക്കിളിൻ്റെ പുറകിൽ വെച്ചതിന് ശേഷം ഓടിച്ചുകൊണ്ട് പോകണം. അതിനാണ് നോക്കുന്നത്, ഫുള്ള് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട്. എൻ്റെ വഴക്ക് പറഞ്ഞാണ് വരുന്നത്. ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് ഹാനിയ. ചുമ്മാ ഇതൊക്കെ ഒന്ന് കളിപ്പിക്കുമ്പോൾ അവൾക്കൊരു രസം, എനിക്കും ഒരു രസം. അങ്ങനെ അതെല്ലാം സ്റ്റോറേജ് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ തന്നെ കയറി ഇരുന്നുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാല് കുറച്ചും കൂടെ ഇതാവാനുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് എത്തൂല. കാല് എന്നാലും നിരങ്ങിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പത ഊണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഉമ്മാட்ட പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ചോറ് വെക്കേണ്ട, ഇങ്ങനെ പുറത്തുനിന്ന് ഊണ് കഴിക്കണമെന്ന്. എനിക്കിവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. ഊണ്, അച്ചാർ, വെണ്ടയ്ക്ക വിഴുക്ക്, അവിയൽ, തോരൻ, മീൻ പൊരിച്ചത് എല്ലാം, പപ്പടവും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാമ്പാറൊക്കെ നല്ല കുറുകിയിരിക്കും. അങ്ങനെ ഞാൻ സാമ്പാറും പരിപ്പും രസവും എല്ലാം കൂടെ ഒഴിച്ച് മീനും കൂടെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ അതും കൂടിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട് എനിക്കിത് തന്നെ വേണമെന്ന്. അങ്ങനെ ഇന്ന് വന്നപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു ഇതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. കാരണം എനിക്ക് പനിയായതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മച്ചായി പപ്പായി വന്നിട്ടുണ്ടായിരുന്നേ.
ഹൈറമോളാണെങ്കിൽ അന്തം വിട്ട് നോക്കിയിരിപ്പുണ്ട്. ആരെന്ത് കളിപ്പിച്ചാലും ചിരിപ്പിച്ചാലും അവൾ പെട്ടെന്ന് ചിരിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോഴത്തേക്ക് വാപ്പത ചായക്കായിട്ട് കടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സമോസയും ഉള്ളിവടയും ബജിയും എല്ലാം ഉണ്ടായിരുന്നു. ഹാനി അതിൽ നിന്ന് സമോസ തന്നെ ആദ്യം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലികളെല്ലാം മാറ്റി അകത്ത് എന്താണെന്നാണ് അവൾ നോക്കുന്നത്. എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് മുഴുവനോടെ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാനാണ് വന്ന് നോക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കണം, അതാണ് അവൾ നോക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കിയപ്പോൾ വാപ്പാരത ഈ സ്വിച്ച് ബോർഡും കാര്യങ്ങളും എല്ലാം പുറക്കിയിട്ട് അവൾ കളിയായി. ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പ വന്നപ്പോൾ രാത്രിക്കായി ചപ്പാത്തിയും ബീഫും ആണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കാണിക്കുന്നത് പിറ്റേന്നത്തെ വീഡിയോ ആണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉമ്മദാ ഹാനിയുടെ ഹെയറിലെ തുണികളൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഹാനിയുടെ ഹെയറിലെ തുണികളൊക്കെ ഒരു ലോഡ് കവറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉമ്മദ എല്ലാം കഴുകി ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിലും ഉണ്ടായിരുന്നു നന്നായിട്ട്. ഹൈറമോളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണേ. എൻ്റെ സൗണ്ട് ഫുള്ള് പോയി. ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ ഒട്ടും കുറവില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹൈറമോളെ വീട്ടിലാക്കിയിട്ട് ഞാനും ഹാനിയും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ. ഇവിടുത്തെ റോഡ് ചെറിയതായിട്ട് മോശമായി കിടപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അതുവഴി പോകാമെന്ന് വെച്ചാൽ ഇറങ്ങിയപ്പോൾ ആണ് ഇവിടെ BEd കോളേജിൽ മന്ത്രിയൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള രഞ്ജൂസ് കെയർ ആൻഡ് ക്യൂറിലാണ് എപ്പോഴും വരുന്നത്. ഈ ഡോക്ടറിനെയാണ് ഞാൻ കൊച്ചിലെ മുതലേ കാണിക്കാറുള്ളത്. മുമ്പ് ഇവിടെ ആയിരുന്നില്ല ഡോക്ടറിൻ്റെ ക്ലിനിക്ക്, പക്ഷേ ഇപ്പോൾ ഇവിടെ ആയിട്ട് മാറ്റിയതാണ്. റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഡോക്ടർ നമ്മളെ കറക്റ്റ് അസുഖവും ടാബ്ലറ്റും എല്ലാം നമുക്ക് ആവശ്യമുള്ളത് പറയുകയും ചെയ്യാം. ഒരു ഇതുമില്ലാതെ നമുക്ക് ഡോക്ടർ മരുന്നും എല്ലാം തരുകയും ചെയ്യും. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു ഡോക്ടറാണ്. അങ്ങനെ ഇവിടെ വന്ന് OP ഒക്കെ എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന്. കാരണം ഇൻഫെക്ഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് കൊടുത്ത് റിസൾട്ട് കിട്ടാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ പോയിട്ട് വരാൻ വയ്യാത്തതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തി അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, സൗണ്ട് റെസ്റ്റ് കൊടുക്കണം, പിന്നെ ഇൻഫെക്ഷൻ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഫുൾ സൗണ്ട് റെസ്റ്റ് കൊടുത്താലേ ഇത് മാറുള്ളൂ എന്ന്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇനി സൗണ്ട് റെസ്റ്റ് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാബ്ലറ്റൊക്കെയാണ് തന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാബ്ലറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടേ. ഇവിടെ വന്ന് ഡോക്ടറിനെ കണ്ടാൽ തന്നെ എൻ്റെ പകുതി അസുഖം കുറയും. അങ്ങനെയാണ് വരുന്ന വൈകിട്ട് ഹാനിക്ക് സ്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ ഹാനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് വരയ്ക്കാനൊരു സ്പേസ് ആയല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മത വാളയൊക്കെ അവിച്ച് മരിച്ചിനിയൊക്കെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതെൻ്റെ ഫേവറേറ്റാണ്, വാൾ അവിച്ചത് മരിച്ചിനി. എത്ര കിട്ടിയാലും കഴിക്കും. പക്ഷെ ഹാനി അതിലോട്ടൊന്നും തിരിഞ്ഞു നോക്കൂല. അവളിതാ സ്ലേറ്റ് വെച്ച് ഫുൾ കളിയാണ്. ആദ്യത്തെ കുറച്ച് ദിവസം ഇനി സ്ലേറ്റിലായിരിക്കും. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉമ്മതാ നല്ല കടലപ്പായസം കൂടെ തന്നിട്ടുണ്ടായിരുന്നേ. ഇതും നല്ല ചൂടായിട്ട് കുടിക്കാൻ ഭയങ്കര TV-യിൽ അമരൻ എന്ന് പറഞ്ഞൊരു മൂവി നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ടിരുന്നാണേ കുടിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ടൻ ചായ കൂടെ കുടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വരുവേ.